ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽസിൻ്റെ പാർട്ട് എന്താണ് ഇന്നത്തേക്ക് എന്നല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമുക്ക് നാളെ മൺഡേ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ടോപ്പിക്ക് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അതോടുകൂടി പാഠം കഴിഞ്ഞ് നല്ല അർത്ഥം. ഇനിയും ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൽ. ഇതിൽ നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യനെ അന്ന് എന്ത് ചെയ്യുക, ഇതിനെതിരെ നമുക്കൊന്ന് ആക്രമണം നടത്തി നോക്കാം. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 2 മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് ഏരിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ട്രിഗ്നോമെട്രി ആവശ്യമുണ്ട്, ചെയ്ത് നോക്കാം നമുക്ക്. ഹിയർ ദ ഗിവൺ ഇൻറ്റിഗ്രൻ കണ്ടെയ്ൻസ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, സോ വി കൺവേർട്ട് ഇൻറ്റു ആൽജിബ്രിക് ഫോം ബൈ പുട്ടിങ് സൈൻ എക്സ് ഇക്വൽ ടു ടി. സൈൻ എക്സിന് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് and then use partial fractions to convert it into simple form and then integrate and then put. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കതിൽ എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. ലാസ്റ്റ് നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും, ഒരു ടീൻ്റെ ടേംസിൽ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ടീൻ എന്ത് ചെയ്യുക, ബാക്ക് ആയിട്ട് സൈൻ എക്സും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 2 മൈനസ് സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിന് ടി കൊടുത്ത്, അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഈക്വൽ ടീൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ്. ഡി എക്സിന് പകരം കിട്ടേണ്ടിക്കൽ ഡി ടി ബൈ കോസ് എക്സ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ കാണുന്നുണ്ടോ, ഈ കോസ് എക്സും കോസ് എക്സ് തമ്മിൽ ഇപ്പോൾ ക്യാൻസലായി പോകാൻ വേണ്ടി പോകുന്ന. അപ്പോൾ ഐ സെക്കിൽ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എക്സിനൊക്കെ ടി ഇൻറ്റു 2 മൈനസ് സൈൻ എക്സിലങ്ങനെ ടി. ഇതിങ്ങനെ ആക്കുന്നതിൻ്റെ ഗുണം എന്ത്, ഇതിപ്പോൾ ഒരു ആൽജിബ്രിക്, അതൊരു ലീനിയർ പോളിനോമിലായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഈ സാധനം ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഡി എക്സിന് പകരം ഡി ടി ഡിവൈഡ് ബൈ കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ കോസ് എക്സും പോയി പോവും. അതോടുകൂടിയിട്ട് അതിൻ്റെ കഥ കഴിഞ്ഞ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി ഡി ടി. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ മാറ്റിയിട്ട് എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ എന്താണ് സം ഓഫ് ടു പോളിനോമിൽസ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി പ്ലസ് ബി ഡിവൈഡ് ബൈ 2 മൈനസ് ടി ഡി ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു, എന്താണ് ഇവിടെ ഇപ്പോൾ ടി സിക്കൽ 0 ടി സിക്കൽ 1 നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ചിട്ട് ചെയ്യുന്ന പോലത്തെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ചിട്ട് തന്നെ എന്തോന്നും ചെയ്യുമോ ഇത്, അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് ട്രയൽ എന്താ പറയുക, ഹിറ്റ് ആൻഡ് ട്രയൽ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന വേറൊരു മെത്തേഡ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ, ഇത് ഈക്വൽ ടു ഇതാന്ന് ചെയ്തപ്പോൾ 1 ബൈ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എ ഇൻറ്റു 2 മൈനസ് ടി പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് ടി. അപ്പോൾ ഈ 1 മൈനസ് ടിയും 1 മൈനസ് ടി ക്യാൻസൽ, 2 മൈനസ് ടിയും 2 മൈനസ് ടിയും ക്യാൻസൽ. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു ഈ എന് ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ, എ ഇൻറ്റു 2 2 എ മൈനസ് എ ഇൻറ്റു ടി ടി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു 1 ബി മൈനസ് ബി ഇൻറ്റു മൈനസ് ടി മൈനസ് ബി ടി. ഇതിൽ എന്താ ചെയ്യുക, ഇതിൽ പറയുന്നത് 2a പ്ലസ് ബി, ഈ കോൺസ്റ്റൻസ് എല്ലാം ഒരുമിച്ചിട്ട് എഴുതുക. 2a പ്ലസ് ബി എന്നുള്ളത് ഇത് ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 2a പ്ലസ് ബി ഒരുമിച്ച് എഴുതുക. ഈ ടീൻ്റെ ടേംസ് അപ്പോൾ എന്താ, ടി ഇൻറ്റു മൈനസ് എ മൈനസ് ബി, അപ്പോൾ എന്താ ടി ഇൻറ്റു മൈനസ് എ മൈനസ് ബി കോമൺ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടീൻ്റെ ടേംസിൽ ഇവിടെ ഒന്നുമില്ല. ലൈക്ക് ഒരു അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പോലെ തോന്നില്ല, ആകെ കോൺസ്റ്റൻ്റ് 1 ആയല്ലോ. അപ്പോൾ ആ 1ൻ്റെ എന്താണ്, ഇതിപ്പോൾ 1 അപ്പോൾ എന്താ, ഈ 1ൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്തുണ്ട്, 2a പ്ലസ് ബി. അപ്പോൾ നമുക്ക് മനസ്സിലായി 2a പ്ലസ് ബി ഈക്വൽ 1. അതേപോലെ ഇത് എന്താണ്, ഇവിടെ എന്തായാലും ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം ഈ പറയുന്ന എക്സ്പ്രഷന് എന്തായി പോകണം, 0 ആയി പോകണം. എന്നാൽ ഇത് ഈ സാധനം 0 ആയി കഴിഞ്ഞാൽ ടി ഇൻറ്റു 0 വരും, കാരണം ഇവിടെ ടീൻ്റെ ടേംസിലില്ല. അപ്പോൾ ഇതെന്തായാലും ഓബ്വിയസ്ലി ഈ മൈനസ് എ മൈനസ് ബി 0 ആവണം. മൈനസ് എ മൈനസ് ബി 0, അല്ലെങ്കിൽ മൈനസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ 0, അല്ലെങ്കിൽ എന്താ എ പ്ലസ് ബി ഈക്വൽ 0. നമുക്കിപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. അതേപോലെ ഇവിടെ എന്താണ് 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. അവിടെ ഇതിന് 2 ഇക്വേഷന് സോൾവ് ചെയ്യാൻ ഇനി എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇത് 8ാം ക്ലാസ് മാത്തമാറ്റിക്സ്. ഇതിന് ഇനി ഇങ്ങനെ ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയും ബിയും ക്യാൻസൽ, 2a മൈനസ് എ എന്ന് പറയുമ്പോൾ എ ഇസ് ഈക്വൽ ടു 1, എ ഇസ് ഈക്വൽ 1 അല്ലോ, യെസ് എ ഇസ് ഈക്വൽ ടു 1. ഇനി ബി എ പ്ലസ് ബി ഈക്വൽ ടു 0. അപ്പോൾ എന്താ, എ പ്ലസ് ബി ഈക്വൽ 0 പ്ലസ് ബി. ഓക്കെ, അത് നീട്ടി നമുക്ക് എ ഇസ് ഈക്വൽ 1 ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 പ്ലസ് ബി ഈക്വൽ ടു എന്താണ് 1. അപ്പോൾ 2 പ്ലസ് ബി ഈക്വൽ ടു 1 ആണെങ്കിൽ മൈനസ് ഓഫ് എ പ്ലസ് ബി 2. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു, ഇവരുടെ ആക്ച്വലി ഇവിടെ എഴുതിയ മിസ്റ്റേക്കാണ്. അതായത് ഈ മൈനസ് 2ന് അപ്പുറത്തേക്ക് പറഞ്ഞിരിക്കും ബി സിക്കൽ 1 മൈനസ് 2, ബി സിക്കൽ ടു -1 വരേണ്ടത്. ഇവരുടെ 1 എന്ന് അറിയാണ്ട് എഴുതി പോയത്, ഇത് ആക്ച്വലി -1. നിങ്ങൾ ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് വരുന്നത്, ഇത് ബി സിക്കൽ -1 തന്നെ. അപ്പോൾ എന്താ, ഇവിടെ കറക്റ്റായിട്ട് മൈനസ് ചേർത്തിട്ടുണ്ട്, ഇവിടെ എഴുതാൻ വിട്ടു. അപ്പോൾ എന്താ, ഈ എൻ്റെ പകരം 1 ഇട്ട് കൊടുക്കുക, ബിൻ്റെ പകരം -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 മൈനസ് ടി മൈനസ് 1 ഡിവൈഡ് ബൈ 2 മൈനസ്. ഇതിന് എളുപ്പത്തിൽ മറ്റേ ലോഗ് വെച്ചിട്ട് ചെയ്യാമല്ലോ. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗിൻ്റെ ടേംസ് കിട്ടും. അപ്പോൾ ഇൻറ്റഗ്രൽ ഇനി അതായത്
ഇത് ചെയ്യുന്നതിൻ്റെ പകരം ഇനി എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന സാധനം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻ്റഗ്രലിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1/1 - t dt മൈനസ് ഇൻ്റഗ്രൽ 1/2 - t dt. ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ലോഗിൻ്റെ ടേംസിൽ വരും. അപ്പോൾ ഇതെന്താ വരിക, ലോഗ് ഓഫ് എന്താണ് 1 - t ഡിവൈഡ് ഇത് തന്നെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എക്സിൻ്റെ എന്താണോ കോയിഫിഷ്യൻ അതിനെ കൊണ്ട്, അല്ല എക്സ് അല്ല, ഈ വേരിയബിൾ എന്താണ് അതിൻ്റെ കോയിഫിഷ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം മറ്റേ ഇൻ്റഗ്രേഷൻ്റെ സമയത്ത്. നമ്മളിപ്പോൾ ഇൻ്റഗ്രൽ എന്താണ് ഇപ്പോൾ ഡി എക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ് എന്ന് വെറുതെ എഴുതില്ലല്ലോ. പക്ഷേ ആക്ച്വലി അവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താ 1 ആണ്. അതിനൊക്കെ ആക്ച്വലി 1 കൊണ്ട്, പക്ഷേ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തതിൽ എന്താണ് എക്സിനെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി എഴുതാത്തിയ ഇപ്പോൾ എന്താ ഇൻ്റഗ്രൽ ഇപ്പോൾ എക്സ് ഡി എക്സ് ആണെങ്കിൽ എന്താ എഴുതുക, x² / 2 ആ കോയിഫിഷ്യനെ കൊണ്ടും എന്താണ് നമ്മൾ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോയി ഈ പറഞ്ഞ ഓക്കെ. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു കോയിഫിഷ്യൻ ഇതാ, ഈ കോയിഫിഷ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു -1. പിന്നെ എന്തുണ്ട് മൈനസ് ലോഗ് ഓഫ് 2 - t. ഇവിടെയും എന്താണ് എക്സ്, അതായത് വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് -1 ആണ്. ആ -1 കൊണ്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ വരും, ഈ മൈനസ് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോഗ് ഓഫ് അതെന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്ത് വരും, -(- log of 1 - t). കാരണം ഇവിടുത്തെ ഒരു -1 നമ്മൾ ഇവിടെ എടുത്തല്ലോ. പിന്നെ ഈ ഇവിടുത്തെ ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ലോഗ് ഓഫ് 2 - t. ഒന്ന് ഭംഗിക്കൊണ്ടിട്ട് ഇതിപ്പുറത്ത് ചെയ്തോ ഇതിപ്പുറത്ത് എഴുതും. അപ്പോൾ എന്താ ലോഗ് ഓഫ് 2 - t മൈനസ് ലോഗ് ഓഫ് 1 - t. നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ് ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് ഓഫ് a/b. ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ എന്താ ലോഗ് ഓഫ് a/b എന്ന് പറയുന്നത് a2 - t ഡിവൈഡഡ് ബൈ b എന്ന് പറയുമ്പോൾ 1 - t. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ലോഗ് ഓഫ് 2 - t ഡിവൈഡ് ബൈ 1 - t പ്ലസ് c. പക്ഷേ ടി കമ്മിറ്റ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമല്ലോ. ടി നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, സൈൻ എക്സ് ആണ്. അപ്പോൾ ലോഗ് ഓഫ് എന്താണ് 2 - sin x ഡിവൈഡഡ് ബൈ 1 - t എന്ന് പറയുമ്പോൾ 1 - sin x പ്ലസ് c. പുട്ട് t = sin x. ഇങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ കുറേ എന്താണ് ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യാൻ കാരണം ഇത് മനസ്സിലാക്കാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2-3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് എന്താ പറയുക ടോപ്പിക്ക് അവസാനിപ്പിക്കണം. പക്ഷേ സാധനം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എക്സാമ്പിൾസ് ഇതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് പഠിക്കുക. ഇനി നാളെ എന്താണ് ഈ ഒരു വളരെ ലെവൽ കൂടി തന്നെ എന്ന് പറയേണ്ടത് ഡെഡ്ലി ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടത് ഡേഞ്ചറസ് വല്ല ഡെഡ്ലിയാണ്. കാരണം ഇതിൻ്റെ നിങ്ങൾ സൊല്യൂഷൻ നോക്കി ഇത്രക്കാര് സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ ചെറുങ്ങനെ പേടിയില്ല. അതുകൊണ്ട് നമുക്കതിൽ നാളെ ഈ പറയുന്ന നാളെ മൺഡേ ഫയറി മൺഡേയാണ്. നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും തൽക്കാലത്തേക്ക് അൽവിദ.